തീർച്ചയായിട്ടും വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 8:30 ലാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്ന് പുറപ്പെടാൻ വൈകിയിരുന്നു കുവൈത്തിൽ നിന്നും. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു കാലതാമസം നേരിട്ടത്. എന്തായാലും അല്പസമയം മുമ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ പ്രത്യേക വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അധികം താമസിക്കാതെ തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അതായത് നമ്മൾ കാണുന്നത് ഇമ്പോർട്ട് കാർഗോ ടെർമിനൽ ഭാഗമാണ്. ഇവിടെയാണ് മന്ത്രിമാരടക്കമുള്ള എല്ലാ ആളുകളും, ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇവിടെ വെച്ചാണ് സംസ്ഥാന സർക്കാർ ഇത് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുക. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ 9:30 തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. ഇതിന് പുറമെ തന്നെ മന്ത്രിമാരൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രി കെ രാജനുണ്ട്, പി രാജീവുണ്ട്, വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. മറ്റ് ജനപ്രതിനിധികളെയും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. പോലീസ് ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരോടക്കം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിധത്തിലുള്ള വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. എന്തായാലും ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 31 മൃതദേഹങ്ങളാണ് ഇവിടെ ഇറക്കുന്നത്. മൊത്തത്തിൽ 45 മൃതദേഹങ്ങളുമായിട്ടാണ് ഈ പ്രത്യേക വിമാനം ഇവിടേക്ക് വരുന്നത്. അതിൽ 31 മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും ഒപ്പമുണ്ട്. അദ്ദേഹം ഇവിടേക്ക് എത്തുകയും ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 31 മൃതദേഹങ്ങളിൽ 23 മലയാളികളുടേതാണ്. അതിൽ കൂടുതൽ കൊണ്ടുപോകേണ്ട പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ മാത്രം 6 പേരാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം കൊല്ലമടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ആളുകൾ എത്തി. അതായത് നമ്മളിപ്പോൾ കാണുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി. നേരത്തെ എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യ, ഒപ്പം റൂറൽ SP വൈഭവ് സക്സേന അടക്കമുള്ളവർ എത്തിയിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ MR അജിത് കുമാർ കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള വലിയ ക്രമീകരണങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഒരു വശത്ത് ബന്ധുക്കളെയും കാണാൻ കഴിയുന്നത്. നേരത്തെ പത്തനംതിട്ട അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ നിന്നും ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ ഈ മൃതദേഹം അങ്ങനെ കൈമാറാനുള്ള മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക ഇതിന് ശേഷമാകും. അതായത് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ് അടക്കമുള്ളവർ ചേർന്ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം പൊതുദർശനം ഉണ്ടാകും. അതിനാണ് ഈ ടേബിളുകൾ സെറ്റാക്കിയിരിക്കുന്നത്. ഈ ടേബിളിൽ വെച്ച് തന്നെ പൊതുദർശനം നടക്കും. പൊതുദർശനം അത് അധികം വൈകാതെ തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മൃതദേഹം ആംബുലൻസുകളിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടിയാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ ഈ ടേബിളുകളിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. മരിച്ച ആളുകളുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ട്, മേൽവിലാസമുണ്ട്. ഇതിന് പുറമെ തന്നെ ഒരു സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ മൃതദേഹങ്ങൾ മാറിപ്പോകാതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ്. അങ്ങനെ മാറ്റി ആംബുലൻസുകളിലേക്ക് കയറ്റാതിരിക്കാൻ കൂടിയാണ് ഇപ്പോൾ സീരിയൽ നമ്പർ പതിപ്പിച്ചിരിക്കുന്നത്. 21 നമ്പർ എന്നുള്ളത് ഈ ടേബിളിൽ നിന്നും മൃതദേഹം എടുത്തു കഴിഞ്ഞാൽ നേരെ 21 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആംബുലൻസിലേക്കായിരിക്കും കയറ്റുക. നേരത്തെ നമ്മൾ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ കണ്ടിരുന്നതാണ്. തമിഴ്നാട് സ്വദേശികളായ 7 പേരാണുള്ളത്. ഈ 7 പേരെയും കൊണ്ടുവരുന്നതിനെ തമിഴ്നാട്ടിൽ നിന്നും ആംബുലൻസുകൾ എത്തിയിരുന്നു. അവിടെ നിന്നും ആളുകളൊക്കെ വന്നിരുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. ഇതിന് പുറമെ തന്നെയാണ് ഒരു കർണാടക സ്വദേശിയുമുള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹവും കൊണ്ടുപോകാനുള്ള ആംബുലൻസും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റും. അതിനുശേഷം ഓരോ ആംബുലൻസിനെയും ഒരു പോലീസ് വാഹനം അകമ്പടി നൽകിക്കൊണ്ടുള്ള ആ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടിയാണ് പോലീസ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വീട്ടിൽ എത്തിക്കുന്നത് വരെ പോലീസ് വാഹനത്തിന്റെ അകമ്പടി ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രിമാരടക്കം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ മന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതാണ്. അതിനിടയിൽ കുവൈത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നതാണ്. പക്ഷേ കുവൈത്തിൽ പോകാനുള്ള യാത്രാ അനുമതി അത് കേന്ദ്ര സർക്കാർ അവസാന നിമിഷം നിശ്ചയിച്ചതോടുകൂടി മന്ത്രിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മന്ത്രി ഇവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ മന്ത്രിമാർ കൂടി ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. ഒപ്പം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെയുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമായിട്ടുള്ളത്. അധികം വൈകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി പോലീസ് അടക്കം വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അധികം വൈകാതെ തന്നെ, അതായത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ ഇവിടെ ഈ ടേബിളുകളിലേക്ക് വയ്ക്കുമെന്നുള്ളതാണ്. അതിനുശേഷമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരടങ്ങുന്ന സംഘം ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുക. എന്തായാലും അതിവൈകാരികമായിട്ടുള്ള ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിൽ കാണാൻ കഴിയുന്നത്. അതിവൈകാരികം എന്ന് നമ്മൾ വാക്കുകളിലൂടെ പോലും നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രയേറെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ബന്ധുക്കളെ അടക്കം നമുക്ക് കാണാൻ കഴിയും. നേരത്തെ അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. പല ആളുകൾ ഇതിൽ തന്നെ മരിച്ചവരിൽ ചില ആളുകൾ
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുവൈത്തിൽ എത്തിയിരുന്നത്. അതിനുശേഷമാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത്. പലരും കുടുംബത്തിന് തന്നെ ഏക ആശ്രയമായിരുന്ന ആളുകളാണ്. അവരെ ഒരു നോക്ക് കാണാനായിട്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രത്യേക വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 10:20 പറഞ്ഞിരുന്നത്. അധികം വൈകാതെ തന്നെ ഒരു 10:30 കൂടി തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഇത്തരത്തിൽ കുവൈത്തിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള നീക്കം നടത്തി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. മന്ത്രിമാരുടെ വലിയ സംഘം അവരുടെ മേൽനോട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് എറണാകുളം ജില്ലാ കളക്ടറായ NSK ഉമേഷിനാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഇവിടുന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി അത് വീടുകളിലേക്ക് എത്തിക്കുക, അത് ഉറപ്പുവരുത്തുന്നതിനുള്ള ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ മറ്റ് കളക്ടർമാർ, ബന്ധപ്പെട്ട ജില്ലകളിലെ കളക്ടർമാർ, ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പോകുകയാണെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടറും ഒക്കെ ഇത് മേൽനോട്ടം നടത്തുന്നുണ്ട്. ആ വിധത്തിൽ തന്നെയുള്ള വലിയ ക്രമീകരണങ്ങൾ ഈ നെടുമ്പാശ്ശേരിയിൽ നിന്നും വീട് വരെ നീളുന്ന ആ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഈ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിൽ പൂർത്തിയായി കഴിഞ്ഞു. വലിയൊരു ജനാവലിയെ നമുക്ക് നേരത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. കുറേ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്തായാലും അന്തിമോപചാരം അർപ്പിച്ച ശേഷം പൊതുദർശനത്തിന് ശേഷം ഈ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റും. അങ്ങനെ